1985 മുതൽ ഏകദേശം 2 ദശകത്തോളം നീണ്ടു നിൽക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ സുവർണകാലം. അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് മികച്ച സിനിമകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ആ സിനിമകളിൽ ഭൂരിഭാഗവും മികച്ച ഹിറ്റുകളായി മാറുകയും ചെയ്തു. കിലുക്കം, ചിത്രം, ദശരഥം, തേന്മാവിൻ കൊമ്പത്ത്, കിരീടം തുടങ്ങിയ സിനിമകൾ തിയേറ്ററിലും പിന്നീടും വൻ വിജയം നേടിയ സിനിമകളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പത്മരാജന്റെ തൂവാനത്തുമ്പികൾ, ദേശാടനക്കിളി കരയാറില്ല, എ സുകുമാരന്റെ പാദമുദ്ര, സംഗീത് ശിവൻ സംവിധാനം ചെയ്ത യോദ്ധ, പ്രിയദർശന്റെ മിഥുനം, സിബി മലയിലെ ദേവദൂതൻ തുടങ്ങിയ സിനിമകൾ തിയേറ്ററിൽ പരാജയമായിരുന്നെങ്കിലും പിന്നീട് അത് യൂട്യൂബിലും അതുപോലെ OTT പ്ലാറ്റ്ഫോമിലും ധാരാളം പ്രേക്ഷക പ്രശംസ നേടുകയും ഒരുപാട് മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച സിനിമകളാണ്. മോഹൻലാലിന്റെ ഒരുപാട് ഹിറ്റുകൾ അക്കാലത്ത് ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ചില മികച്ച സിനിമകൾ തിയേറ്ററിലോ പിന്നീടോ യാതൊരു ചലനവും ഉണ്ടാക്കാതെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും മികച്ച തിയേറ്ററിലും പിന്നീടും പരാജയപ്പെട്ട അണ്ടർറേറ്റഡ് ആയ 5 സിനിമകളെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ഏറ്റവും മികച്ച ഒരു സിനിമയെ തിരഞ്ഞെടുക്കാനാണ് സിനിമാ കമ്പം ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ടോപ്പ് 5-ൽ വരുന്നത് ഉടയോൻ എന്ന സിനിമയാണ്. ഈ സിനിമ 2005-ലാണ് പുറത്തിറങ്ങിയത്. ഭദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിച്ച ഒരു സിനിമയാണ്. കൃഷിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിക്കുന്ന ശൂരനാട് കുഞ്ഞ് എന്ന 75 വയസ്സുകാരനായും അദ്ദേഹത്തിന്റെ മകനായ ശൂരനാട് പാപ്പിയായുമാണ് ഇതിൽ മോഹൻലാൽ അഭിനയിക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. മാത്രമല്ല പിന്നീടും ഈ സിനിമ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. വ്യത്യസ്ത പ്രായത്തിലുള്ള 2 കഥാപാത്രങ്ങളെ വളരെ എനർജറ്റിക് ആയിട്ടാണ് മോഹൻലാൽ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മോഹൻലാൽ അഭിനയിച്ച വൃദ്ധ കഥാപാത്രങ്ങളിൽ ഇത്ര എനർജറ്റിക്കായി ആ പ്രായം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കഥാപാത്രത്തെ കാണാൻ പ്രയാസമാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഭദ്രന്റെ തന്നെ സ്ഫടികം എന്ന സിനിമയുമായി ചില സാദൃശ്യങ്ങൾ ഉള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ ചിത്രത്തിന് വിനയായി മാറിയത്. ഈ ചിത്രത്തിലെ അച്ഛൻ കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചത് തിലകനെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ആ വേഷം മോഹൻലാൽ തന്നെ സംവിധാനം കൊടുക്കുകയായിരുന്നു. ഒരുപക്ഷെ സ്ഫടികത്തിലെ അച്ഛൻ മകന്റെ ആവർത്തനം ഇതിലുണ്ടാവുമെന്ന് ഭയന്നായിരിക്കും അങ്ങനെ ഒരു തീരുമാനം ഭദ്രൻ എടുത്തത്. മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള വളരെ ചുറുചുറുക്കാർന്ന കഥാപാത്ര അവതരണമുള്ള ഒരു സിനിമയാണ് ഉടയോൻ. തീർച്ചയായും ഈ സിനിമ കാണാത്തവർ യൂട്യൂബിലുണ്ട്, കാണുക തന്നെ വേണം. ഇത് മോഹൻലാലിന്റെ മികച്ച സിനിമകളിൽ ഒന്നായിട്ട് തന്നെ കണക്കാക്കാം. ടോപ്പ് 4-ൽ വരുന്നത് അഹം എന്ന സിനിമയാണ്. 1992-ൽ ഇറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജീവ് നാഥാണ്. വേണു നാഗവള്ളി കഥയും തിരക്കഥയും ഒരുക്കിയ ഈ സിനിമയിലെ മുഖ്യ അഭിനേതാക്കൾ മോഹൻലാൽ, രമ്യ കൃഷ്ണൻ, ഉർവശി എന്നിവരാണ്. മാനസികമായ ചില പ്രശ്നങ്ങളുള്ള ഒരു കഥാപാത്രമായാണ് ഇതിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. സംശയവും അമിതശുദ്ധിയും കുറ്റബോധവുമെല്ലാം മാനസിക അസ്വാസ്ഥ്യമായി മാറിയ ഒരു കഥാപാത്രമാണ് ഇതിലെ മോഹൻലാൽ. ആ കഥാപാത്രത്തിന്റെ മനസ്സിലെ താളം തെറ്റലുകളെ അതിസൂക്ഷ്മമായാണ് മോഹൻലാൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തന്മാത്ര, പവിത്രം തുടങ്ങിയ സിനിമകളിലെല്ലാം മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ ഇങ്ങനെ മനസ്സിന്റെ താളം തെറ്റിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തീക്ഷ്ണമായി പ്രേക്ഷകരിലേക്ക് ഈ മാനസികാസ്വസ്ഥത എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ചുള്ള കഥാപാത്രങ്ങളെ എടുത്തു നോക്കുമ്പോൾ അഹം എന്ന സിനിമയിലെ കഥാപാത്രം മുന്നിൽ തന്നെ വരുന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ചിത്രത്തിന് തിയേറ്ററിലോ അതിനുശേഷമോ വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ടോപ്പ് 3-ൽ വരുന്നത് ഒരു ത്രില്ലറാണ്. മുഖം എന്നാണ് ആ സിനിമയുടെ പേര്. വ്യത്യസ്ത ജോണറുകളിലുള്ള സിനിമകൾ എടുക്കുന്നതിൽ KG ജോർജിനെ പോലെ തന്നെ ശ്രദ്ധ കാണിച്ച മോഹൻ സംവിധാനം ചെയ്ത സിനിമയാണിത്. ഇതിൽ മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മർഡർ ത്രില്ലറാണ്. നഗരത്തെ നടുക്കിയ 3 വീട്ടമ്മമാരുടെ കൊലപാതകം, അതിന്റെ പിന്നിലുള്ള സീരിയൽ കില്ലറെ തേടിയുള്ള അന്വേഷണവുമാണ് ഈ സിനിമ. ഇതിൽ മോഹൻലാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അക്കാലത്തൊക്കെയുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് മോഹൻലാൽ ഈ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അക്കാലത്തെല്ലാം സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ നായകന്മാരെ എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന പോലീസുകാരായാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ സബ്റ്റിലായ, നിശബ്ദമായ
ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് ഇതിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ സംഘർഷങ്ങളും സ്വന്തം ഭാര്യയെ പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങേണ്ടതുമെല്ലാമുള്ള ആത്മസംഘർഷങ്ങൾ വളരെ ആയാസരഹിതമായി മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ഇറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് ടൊവിനോ തോമസ് റെഫറൻസ് ആയി ഉപയോഗിച്ചത് മുഖം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ വേഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ ന്യൂജൻ കാലത്തെ പോലീസ് വേഷങ്ങളെ അവതരിപ്പിക്കുന്ന രീതി 1990 ഇറങ്ങിയ മോഹൻലാലിന്റെ പോലീസ് വേഷത്തിന്റെ പിന്തുടർച്ചയാണെന്ന് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഈ സിനിമയും വേണ്ടതുപോലെ തിയേറ്ററിലും പിന്നീടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ്. അടുത്തത് ടോപ്പ് 2. മോഹൻ സംവിധാനം ചെയ്ത പക്ഷിയാണ് സിനിമാ കമ്പം ടോപ്പ് 2-വിൽ പെടുത്തിയിരിക്കുന്നത്. ചെറിയാൻ കൽപ്പകവാടിയാണ് ഇതിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ IAS ഉദ്യോഗസ്ഥനായ ബാലചന്ദ്രനായാണ് മോഹൻലാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തിലെ താളപ്പിഴകളും ജോലിയിൽ ചെയ്യരുതാത്തത് ചെയ്യേണ്ടി വന്നതുകൊണ്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളുമെല്ലാം തന്നെ അനുഭവിക്കുന്ന ഒരാളായാണ് മോഹൻലാലിന്റെ ബാലചന്ദ്രൻ. ഇന്നും താൽക്കാലിക മോചനത്തിനായി ദൂരെയുള്ള ഒരു കടൽ തീരത്തിനരികെയുള്ള ഒരു റിസോർട്ടിലേക്ക് പോകുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. നഷ്ടപ്രണയവും അതിന്റെ ഊഷ്മളമായ ഓർമ്മകളുമെല്ലാം ഒരു ഗൃഹാതുരത്വത്തോടെ പേറി നടക്കുന്ന ഒരാളാണ് ബാലചന്ദ്രൻ. വീണ്ടും അപ്രതീക്ഷിതമായി ആ പ്രണയം പൂവണിയാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്വിസ്റ്റ് ഈ സിനിമയിലെ ക്ലൈമാക്സിലെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. മോഹൻലാലിന്റെ മാത്രമല്ല മോഹന്റെയും ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ ഈ സിനിമ അക്കാലത്ത് വേണ്ട രീതിയിൽ തിയേറ്റർ വാച്ച് കിട്ടാത്ത സിനിമയാണ്. പിന്നീടും ഈ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രേക്ഷക അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളതും സത്യമാണ്. തീർച്ചയായും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സിനിമ കൂടിയാണ് പക്ഷേ. ഇനി സിനിമാ കമ്പത്തിന്റെ ടോപ്പ് 1. സിനിമാ കമ്പം ടോപ്പ് 1 മോഹൻലാൽ അണ്ടർറേറ്റഡ് സിനിമയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ G. അരവിന്ദൻ സംവിധാനം ചെയ്ത വാസ്തുഹാര എന്ന സിനിമയാണ്. മലയാളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സംവിധായകന്റെ അവസാനത്തെ സിനിമയാണിത്. മോഹൻലാൽ അഭിനയിച്ച ഏക അരവിന്ദൻ ചിത്രം. ഒരിക്കലും താരങ്ങളുടെ പിന്നാലെ പോകാത്ത അരവിന്ദൻ മോഹൻലാലിനെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ താരപ്രഭാവം കണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ അഭിനയത്തിലുള്ള അനന്ത സാധ്യതകൾ കണ്ടു തന്നെയായിരുന്നു. ആ സാധ്യതകളെ തന്റെ സിനിമയിലെ വേണു എന്ന കഥാപാത്രത്തിന് മുതൽക്കൂട്ടാവുമെന്ന് തിരിച്ചറിവാണ് അരവിന്ദൻ മോഹൻലാലിനെ സമീപിക്കാൻ കാരണം. വാസ്തുഹാര എന്നത് തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് അഭയാർത്ഥികളാക്കപ്പെടുന്ന മനുഷ്യരുടെ ആത്മസംഘർഷങ്ങൾ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. വിഭജനത്തിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വിധവയുടെയും അവളുടെ കുടുംബത്തിന്റെയും കഥയാണിത്. ഇവരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായാണ് മോഹൻലാൽ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. മറ്റെല്ലാ സിനിമകളെയും പോലെ തന്നെ സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു സിനിമയാണ് വാസ്തുഹാരയും. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇതിലൊരു നിശബ്ദ നിരീക്ഷകനാണ്. എന്നാൽ ആ നിശബ്ദതയ്ക്കുള്ളിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഒളിപ്പിച്ചു വെച്ച ആത്മസംഘർഷങ്ങളും ഗൃഹാതുരത്വവും വേർപിരിയലിന്റെ തീക്ഷ്ണവേദനയുമെല്ലാം പ്രേക്ഷകരെ മുന്നിലെത്തിക്കാൻ മോഹൻലാലിന് ചില ചെറുചലനങ്ങളും ചില നോട്ടങ്ങളുമൊക്കെ മാത്രം മതിയായിരുന്നു. അതിലൂടെ തന്റെ ആത്മസംഘർഷങ്ങളുടെ ഒരു വലിയ ലോകത്തെ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിക്കാൻ മോഹൻലാലിന് എളുപ്പം കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. പതിവ് പോലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ഏറ്റവും നല്ല സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡും ഈ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിലും അരവിന്ദന്റെ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു അർഹമായ പരിചരണം ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. തിയേറ്ററിലും പിന്നീടും ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രേക്ഷക ശ്രദ്ധയോ നിരൂപക ശ്രദ്ധയോ അരവിന്ദന്റെ ഈ അവസാന സിനിമ നേടിയിട്ടില്ല എന്നുള്ളതും ഒരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഇത് സിനിമാ കമ്പത്തിന്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും മടി കൂടാതെ കമന്റ് ചെയ്യുക. കൂടാതെ സിനിമാ കമ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.